ഹലോ, ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റുള്ളത്. നമുക്ക് ഓഫുള്ള ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം കിടന്ന് ഉറങ്ങാമെന്ന്. അങ്ങനെ ഉറങ്ങി എണീറ്റു. പിന്നെ നമ്മൾ പല്ലൊക്കെ തേച്ചു. ഓഫുള്ള ദിവസമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊരു ഇച്ചിരി സമയം കിട്ടുക. അപ്പോൾ ഇന്നാണ് നമുക്ക് എണ്ണ തേച്ച് കുളിക്കാനും അങ്ങനെയൊക്കെ സമയം കിട്ടുക. എല്ലാ ദിവസവും കുളിക്കലുണ്ട്, പക്ഷേ എണ്ണ തേച്ച് കുളിക്കാനൊക്കെ ഇന്നാണ് നമുക്ക് സമയം കിട്ടുക. ഫേസ് പാക്ക് ഇടാൻ നമ്മുടേതായ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമൊക്കെ നമുക്ക് ഇന്നാണ് കേട്ടോ കിട്ടുക. എല്ലാ ഓഫ് ഡേയ്സിലും എന്തെങ്കിലും ഉണ്ടാക്കി വയറ് നിറച്ച് കഴിക്കണം എന്നും ഇന്നാണ് നമുക്ക് കൊതി തോന്നുക. അപ്പം ഞാൻ വിചാരിച്ചു വേഗം ചോറ് വെച്ചു. ആദ്യം ചോറിൻ്റെ പരിപാടി തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് കുക്കർ ഫ്രീ ആയിട്ട് കിട്ടും. കുക്കർ ഫ്രീ ആയിട്ട് ഇട്ടിട്ട് വേണം നമുക്ക് ചെറുപയർ വെക്കാൻ. അപ്പോൾ ചെറുപയർ കറി വെക്കാം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുത്തു. ഉണക്കച്ചെമ്മീൻ ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ടു. പിന്നെ നമ്മൾ കുക്കർ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ചെറുപയറും പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് വേഗം വേവിക്കാൻ വെച്ചു കേട്ടോ. ഞാൻ വെള്ളത്തിലിട്ട ചെറുപയറാണ്. എന്നിട്ടും ഞാനൊരു 4 വിസിൽ അടുപ്പിച്ചെടുത്തു. കാരണം കുറച്ച് നന്നായിട്ട് വെന്തിരിക്കണം എന്നെനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രയും വിസിൽ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, വേഗം ഞാൻ ചട്ടി വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കടുകൊക്കെ വറുത്തെടുത്തു. വറ്റൽമുളക്, ഇഞ്ചി ചെറിയ കഷ്ണം ഇട്ടു. അതുപോലെ നമ്മൾ വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ചു. എൻ്റെ വീട്ടിൽ തന്നെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്ന ചെറുപയർ കറി എന്നൊന്നും എനിക്കറിയില്ല. ഞാനിത് എൻ്റെതായ രീതിയിൽ മാത്രം ഉണ്ടാക്കിയെടുത്ത ചെറുപയർ കറിയാണ്. ഇവിടെ സവോളയ്ക്ക് പകരം നമ്മൾ ചെറിയുള്ളി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുമായിരിക്കും കേട്ടോ. അതുകൊണ്ട് പിന്നെ മഞ്ഞപ്പൊടിയും അതുപോലെ മുളക് പൊടിയും ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ച് ചെറുപയർ ഇട്ടു. അത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ നന്നായിട്ട് അങ്ങനെ നല്ല രീതിയിൽ തിളച്ച് വന്നാൽ നമ്മുടെ ചെറുപയർ കറി റെഡിയാവും. പിന്നെ ഞാനൊരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൻ്റെ അകത്ത് ഞാൻ എക്സ്ട്രാ ചേർത്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന്. ഞാൻ റീൽസിൽ കണ്ട ഒരു ടിപ്പാണ്. നമ്മൾ ഇച്ചിരി നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചെറുപയർ പരിപ്പ് എന്നുള്ള കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇച്ചിരി നെയ്യ് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണക്കമീൻ സെറ്റാക്കാണ്. ഉണക്കച്ചെമ്മീൻ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് വെളുത്തുള്ളി, സവോള, നമ്മൾ കുതിർത്തി വെച്ച ചെമ്മീനും കൂടെ ഇട്ടിട്ട് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്താൽ നമ്മുടെ പരിപാടി സെറ്റാവും. അത് ഞാൻ വേഗം കുളിച്ച് വന്ന് പിന്നെ ഫുഡ് കഴിക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഗംഭീരമായ ഫുഡാണ്. അച്ചാറ്, ചെറുപയർ, ചോറ്, പിന്നെ നമ്മൾ ചെമ്മീൻ, ഇച്ചിരി മോരുകറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും അത്രയൊക്കെ ചെയ്തു. പിന്നെ പാത്രമൊക്കെ കഴുകി കുറച്ച് റസ്റ്റൊക്കെ എടുത്തിട്ട് വൈകിട്ട് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടു. ചായയും ബ്രെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും ടോസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ വീട്ടിലേക്ക് കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അത് തപ്പി നമ്മൾ താഴെ ഒരു കടയുണ്ട്, അപ്പോൾ അവിടെ പോയേക്കുമായിരുന്നു. മെയിനായിട്ട് നമുക്ക് വാങ്ങാണ്ടായിരുന്നു ഈ ഉള്ളിക്കൊട്ട, അതുപോലെ നമുക്ക് പാത്രം കഴുകി വെക്കാനുള്ള സാധനങ്ങളൊക്കെ. പിന്നെ നമ്മുടെ അവിടെ വലിയ വെടിക്കെട്ടുണ്ടായിരുന്നു. ഗണേശ ചതുർത്ഥി ആയതുകൊണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ബൈബിൾ വെച്ച് പ്രാർത്ഥിച്ച് കിടന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ.